ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഇഡലി മസാലയാണ്. അമ്മ പറഞ്ഞൊരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്ക് സവാളയാണ് വേണ്ടത്. ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഗൈസ്, ഇനി നമുക്ക് ഉള്ളി അരിയണം. അമ്മ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനിയും വേണ്ട ഉള്ളിയാണ് വേണ്ട. ഗൈസ്, ഇനി നമുക്കിത് കുനുകുനാന്ന് അരിയണം. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് ഇനി നമുക്ക് വേണ്ട വെളുത്തുള്ളി അരിയുക. ഇനി നമുക്ക് ഇഞ്ചി അരിയണം. കുറച്ച് എണ്ണ ഒഴിക്കണം. കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇടാം. നമുക്കിതൊന്നും മിക്സ് ആക്കി എടുക്കാം. നമ്മൾ ഇച്ചിരി കുറച്ച് വെക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഇച്ചിരി മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇച്ചിരി സവാളയാണ് കാണുന്നത്. സവാളയ്ക്ക് എളുപ്പം മൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിടണം. കുറച്ച് മതി കേട്ടോ. ഇനി നമുക്കിത് വരട്ടിയെടുക്കണം. ഇത് നമുക്കൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ വരട്ടിയെടുക്കണം. ഇനിയും നമുക്ക് ഓരോ ഇഡലിയും മുറിച്ചിടണം. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക. കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടുക. നമുക്ക് സാമ്പാർ മസാലയാണ് ഇടാൻ പോകുന്നത്. ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടാൽ എന്നിട്ട് മിക്സ് ആക്കും. ഇനി നമുക്ക് ഇഡലിയാണ് ഇടേണ്ടത്. ഇഡലി ആക്കാൻ നേരത്ത് എന്തെങ്കിലും സാധനം വെച്ച് പിടിക്കണം, ഇല്ലെങ്കിൽ പാത്രം നിറച്ച് വേണമെങ്കിലും പോകും. ഇനി നമുക്കിതൊന്ന് പെരട്ടിയെടുക്കണം. ഇനി കുറച്ച് എണ്ണ ഒഴിക്കണം. ശ്രദ്ധിക്കണം, കുറച്ചേ തീ വെക്കാവൂ കേട്ടോ. ഇച്ചിരി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ചപ്പാത്തി തയ്യാറാക്കാം. അപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ എളുപ്പമായിട്ടുള്ള മസാല ഇഡലി.